ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസം ബ്രേക്കൊക്കെ എടുത്തതാ ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുണ്ടുപറമ്പ് വീട്ടിലാണ് ഇട്ടുള്ളത്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം മസാല ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ബെഡ് കോഫി കുടിക്കണേ. സ്കൂളില്ലാത്ത ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പം അതീവ കുട്ടി നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ലഞ്ചിനുള്ള കാര്യങ്ങൾ കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. മോളിക്ക് ജോലിക്ക് പോകാനുണ്ട്. അപ്പോൾ അവൾക്ക് ലഞ്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാ കുക്കറിൽ ഒന്നിച്ചിട്ടിട്ടാണ് മസാല ദോശയ്ക്കുള്ള മസാല ഉമ്മ റെഡിയാക്കൽ കേട്ടോ. ഇന്നിപ്പോൾ ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ കറിയും ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് മസാല ദോശയിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെയുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കട്ടെ. അങ്ങനെ ഇതാ ചമ്മന്തി അരക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും വഴറ്റിയെടുക്കുന്നുണ്ട്. മസാല ദോശയ്ക്കുള്ള മസാല ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ദോശ ആകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കണമല്ലോ, എന്നാലാണല്ലോ ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് ഓരോരുത്തർക്കായിട്ട് ആ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ചിക്കൻ റോസ്റ്റിലേക്കുള്ള സവാളയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മോളി ഇവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് ചാൻസ് ഇത് അവിടെ ഷെസിനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. കാണിച്ചുട്ടോ. സവാള ഏകദേശം വഴന്നു വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചാൻസ് ഷെയ്സിനാണ് കേട്ടോ. ഷെയ്സാണ് ഇനി കഴിക്കുന്നത്. ചിക്കൻ റോസ്റ്റിലേക്കുള്ള സവാളയിലേക്ക് ഇതാ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് മസാല പൗഡറായിട്ട്. ചിക്കൻ മസാല പൗഡർ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോളി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. മോളിക്ക് അന്ന് ഓഫീസുള്ള ദിവസമാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റിലേക്കുള്ള മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബ്രദറും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അതേപോലെ ഇനി നെക്സ്റ്റ് അമനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അമനും കൊടുത്തു. അതീവ കുട്ടിയും അവിടെ കഴിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റിലേക്കുള്ള മസാലയിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആവും. പിന്നെ നെക്സ്റ്റ് ഞാനും ഉമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണ് ഷേസ. ഇത് ഗെയിം പാർട്ടി, ഗെയിംസിന്റെ ടീമാണ്. കുഞ്ഞാപ്പി കുളിച്ചോ? അല്ലോ ഇതെന്താ ചട്ടിങ്ങലൊക്കെ പോയിണേ? അതിപ്പോ എവിടെ എവിടെ എന്താണ് എന്താ പേരൊക്കെ പേരക്ക? ഓ എന്റെ ടോയ് പേരക്ക പേരൊക്കെയാണല്ലോ. അതിവന്റെ അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം മോളി ചപ്പാത്തിയാണ് കേട്ടോ കൊണ്ടുപോവുക ഓഫീസിലേക്ക്. പിന്നെ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാനുള്ളൂ. പിന്നെ ഇന്ന് ക്ലീനിങ്ങിന് വരുന്ന ദിവസമാണ്, ആൾ വരുന്ന ദിവസമാണ്. ഷെയ്സ് ഇത് അവിടെ ഭയങ്കര ഡ്രോയിങ്ങിലാണ്. വീട്ടിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഓഫീസിൽ പോകാനുള്ളവരും ഒക്കെ പോയി. ഉപ്പയും നേരത്തെ പോയിന് കേട്ടോ. ഞാൻ അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. ഉപ്പയും കാക്കയും മോളിയും ഒക്കെ ഇതാ പോയി. പൂച്ചനെ കുഴിച്ചിട്ടോ? ഒന്നിനെ? എന്തിന്? പൂച്ച ചത്തിട്ടാ? മായ്ക്കില്ല പേരക്ക? മായ്ക്കില്ല. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. പൂച്ചതികളുടെ അപ്പം ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം അത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഷീസ് ടേബിളിൽ നിന്ന് നടന്ന് വരയ്ക്കുകയാണല്ലേ ഷീസെ? നടന്ന് ഡ്രോ ചെയ്യാണ്. അസ്കർക്കാക്ക് ഇവിടെ മലപ്പുറം കോളേജിലാണ് വാലേഷൻ ക്യാമ്പ് ഉള്ളത്. അപ്പോൾ അസ്കർക്കാനോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അസ്കർക്കാക്ക് 12:30 ആകുമ്പോഴത്തേക്ക് പോകണം. അപ്പോൾ ഒരു വേഗത്തിൽ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വർക്കൗട്ടും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഫുഡ് കഴിക്കണം. ഇന്ന് മൊത്തത്തിൽ ഒരു മഴയൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്. ഇത്ര നേരം ഉണ്ടാവും എന്നറിയില്ല. ഉച്ചവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ഉറങ്ങിയോ? പ്രതിഭക്കുട്ടീനെ അതാ ഷേസ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ വൈകുന്നേരമായി. ഇപ്പം അതാ ഓഫീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അദീവൻ്റെ തൊട്ടിലിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഇതാ പെട്ടെന്ന് എണീറ്റിട്ട് അദീവ പുറത്ത് നോക്കണം കേട്ടോ.
അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് മഗ്ഗിൽ പോകണം വിചാരിച്ച് നിൽക്കാണ്ട്. അപ്പോൾ അതിവക്ക് ഉമ്മ ഒരു റെഡി ടു വെയർ സാരി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അത് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അതല്ല ഇമ്മമ്മ എന്താ ചെയ്യണത്? ബ്ലൗസും നോക്ക് അതി പാത്തും കൊണ്ട് നോക്ക പുതിയ അധികം അങ്ങോട്ട് നോക്ക്. ഹായ് പറയേ. നിക്ക് അത് ഇട്ടുകൊടുക്ക് ചെയ്താ. ഒന്നുമ മതി, രണ്ടും ഒരേ മരിയല്ലല്ലോ. വെയ്യ അതീവന്റെ റെഡി ടു വെയർ സാരി സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അനോക്കിൻ്റെ സാരീൻ്റെ ബിസിനസ്, ഓൺലൈൻ ബിസിനസ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ റെഡി ടു വെയർ സാരി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിട്ട സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതീവക്കും ഇതുപോലെ ഒരു സാരി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ അനോക്കിൽ ഇതുപോലുള്ള റെഡി ടു വെയർ സാരി ഉണ്ട് എന്നാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. യോ എന്ത് രസാണ്. എന്താണത്? എന്താണ് കമ്മച്ചി? ഓ ഓ ഇങ്ങനെ 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 അതന്നെ നമസ്കാരം പറയും. അതിവാ ഒരു ഹായ്, ഒരു ഹായ് തരൂ. അത് അങ്ങനെ അതീവ സാരി എടുത്തിട്ടാണ് കേട്ടോ ഐസ് മഗ്ഗിൽ പോന്നിട്ടുള്ളത്. ഐസ് മഗ്ഗിൽ കുറച്ച് പുതിയ മെനുവിൽ പുതിയ ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ കൂടെ വന്നതായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ആയി ഐസ് മഗ്ഗിൽ കയറിയിട്ട്. അപ്പം പുതിയ ഐറ്റംസൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതീവക്ക് സാരി എടുത്തതൊക്കെ മതിയായിട്ടോ. മോമോസ് കഴിച്ചു, ഡെത്ത് ബൈ ചോക്ലേറ്റ് കഴിച്ചു, ഒക്കെ എടുക്കാൻ മറന്നു. മിനി ബർഗർ കഴിച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ യൂട്യൂബിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ട്. അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി ജ്യൂസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിനി ബർഗേഴ്സ് കുറച്ച് മുന്നേ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ മോമോസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കയറിയതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ജ്യൂസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യണം വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ വാഫിൾസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഡെത്ത് ബൈ ചോക്ലേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ഡിന്നർ ഞങ്ങൾ അവിടെ നിന്നാക്കി. അപ്പോൾ ഇത്രയൊക്കെയാണ് മുണ്ടോർമ്പ് വീട്ടിൽ പോയപ്പോഴുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ അനോക്കിൻ്റെ കുറച്ച് മേജർ അപ്ഡേറ്റ്സ് നമ്മളുടെ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം പേജിൽ. അപ്പോൾ അത് ഞാൻ ഇവിടെയും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അനോക്കിന്റെ ഒരു മേജർ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ റെഡി ടു വെയർ സാരീസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ ഒരുപാട് പേര് റെഡി ടു വെയർ സാരീസ് ഉണ്ടോ, എന്നാൽ ഞങ്ങൾക്ക് സാരി എടുക്കാൻ അറിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു റെഡി ടു വെയർ സാരീസ്
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു മേജർ അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനോക്കിന്റെ പേജിൽ ചുരിദാർ മെറ്റീരിയൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോസ്റ്റ് ആയിട്ട് നമ്മൾ സാരീസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റോറീസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതില് ചുരിദാർ മെറ്റീരിയൽസിന്റെ ഓരോ ദിവസം ഓരോ ടൈപ്പ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യലുണ്ട്. നിങ്ങൾക്ക് കൂടാതെ നമ്മളുടെ കാറ്റലോഗ് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ബയോയില് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽസിന്റെയും റേറ്റും അത് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊക്കെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ ചുരിദാർ മെറ്റീരിയൽസും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലെ ഇത് ഞാൻ എന്റെ പേഴ്സണൽ യൂസിന് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അപ്പൊ ഇതുപോലെ നമ്മളുടെ പേജിലുള്ള ഏത് സാരിയും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള ഒരു എക്സ്ട്രാ ചാർജ് ഉണ്ടാവും. അപ്പം ഈ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത്രയും ഈസിയാണ്, നമുക്ക് സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് അത്രയും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് സംഭവം. ഇത് ഞാനിതിന് മുകളിൽ എടുത്തുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് എടുക്കാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള സാരീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് നോക്കുക. നമ്മുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പുറത്തേക്ക് ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ, നമ്മൾ വേൾഡ് വൈഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗ് കാണണമെന്നുണ്ടെങ്കിൽ അനോക്കിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ പോയിട്ട് അതിൻ്റെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൽ റേറ്റും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് അനോക്കിൻ്റെ ബയോയിൽ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 8 to 10 days എടുക്കും കേട്ടോ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ റെഡി ടു വെയർ സാരീസും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും ചെക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് അനോക്. ബൈ.